ഗൗരിയമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഈ കല്യാണത്തിന് എന്ത് തടസ്സം വന്നാലും അത് ഈ ഗിരി ഒഴിവാക്കിയിരിക്കും. ഈ കല്യാണം ഒരു കുഴപ്പമില്ലാതെ നടക്കും. എന്താ ഒരു ഓവർ കോൺഫിഡൻസ്. എല്ലാം ഞാൻ പൊളിച്ചടുക്കി കൈ തരുന്നുണ്ട്, നീ കാത്തിരുന്നോ. മനുഷ്യൻ എന്തൊക്കെ കണക്ക് കൂട്ടിയാലും ദൈവം തീരുമാനിക്കുന്നത് പോലെ നടക്കൂ. ശരി പണിക്കരെ, വരുന്നിടത്ത് വെച്ച് കാണാം. തൽക്കാലം നല്ലൊരു മുഹൂർത്തം നോക്കി വെച്ചാൽ മതി. അത് ഞാൻ നേരത്തെ നോക്കി വച്ചിരുന്നു. ഈ മാസം 30-ന് നല്ലൊരു മുഹൂർത്തമുണ്ട്. അന്നീ പറഞ്ഞ തടസ്സങ്ങളൊന്നും പരമാവധി ഫലിക്കാതിരിക്കാനാണ് സാധ്യത. അത് കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരു മുഹൂർത്തം കിട്ടാൻ കുറെ കാത്തിരിക്കേണ്ടി വരും. 30-ാം തീയതി എന്ന് പറയുമ്പോ അധികം ദിവസമില്ലല്ലോ. അതിനിപ്പോ എന്താ, നിനക്കധികം ബന്ധുക്കളെ വിളിക്കാനൊന്നും ഇല്ലല്ലോ. മുകുന്ദന്റെ കാര്യവും അങ്ങനെ തന്നെയാ. എന്നാ പിന്നെ നമുക്കൊരു ഇന്റിമേറ്റ് വെഡിങ് അങ്ങ് നടത്തിയാ പോരെ. എന്റെ കൂട്ടുകാരനാണെങ്കിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുക. അവനെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ നമ്മൾ ആഘോഷങ്ങളിൽ മാത്രം പങ്കെടുത്താൽ മതി. ബാക്കി അവൻ നോക്കിക്കോളും. എന്നാ പിന്നെ 30-ാം തീയതി തന്നെ അങ്ങ് ഉറപ്പിക്കാം അല്ലേ മഞ്ജുമോളെ? വിഘ്നേശ്വര കാത്തോളനെ. എന്നാൽ സമയം കളയണ്ട, നമുക്ക് മോതിര ചടങ്ങ് നടത്താം. ബാലു ആന്റി, ഒരു മിനിറ്റ്. ഞാൻ മുകുന്ദനെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാവോ? പിന്നെ കണ്ടാ പോരെ? അല്ലല്ല, ഇപ്പൊ തന്നെ കാണണം. അത് കണ്ടാ മുകുന്ദൻ മഹിമയെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്ക പോലുമില്ല. ഒന്ന് കണ്ടോക്ക്. വാമേ, നമുക്കും കാണാം. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണങ്കട്ടയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. എങ്ങനെയുണ്ട്? ഈ സാധനത്തിനെയാണ് മുകുന്ദ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? അത്ര മോശമൊന്നുമല്ല, എനിക്കിഷ്ടായി. നന്നായിട്ടുണ്ട് മോളെ. നിങ്ങള് വാ. മഹിമ വാ. മഹിമേ, സാമ്പിള് കാണിച്ചപ്പോ തന്നെ ഇത്രയും പേടിച്ചെങ്കിൽ ശരിക്കുള്ള വീഡിയോ കാണിച്ച എന്തായിരിക്കും അവസ്ഥ? ചെല്ല്.